തമിഴ്നാട് വികസനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പങ്ക് എടുത്തു പറഞ്ഞായിരുന്നു പാമ്പൻ റെയിൽപാലം നാടിന് സമർപ്പിക്കുന്ന വേളയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം. റെയിൽ രംഗത്തും റോഡ് വികസനത്തിലും മികച്ച സംഭാവനയാണ് കേന്ദ്രം തമിഴ്നാടിന് നൽകിയത്. തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയും കേന്ദ്രം കാര്യമായി ഇടപെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതത്തിൽ തമിഴ്നാടിന് വലിയ പങ്ക് വഹിക്കാനുണ്ട്. തമിഴ്നാടിന്റെ വളർച്ച എത്ര വേഗത്തിലാകുന്നുവോ അത്രയും വേഗം ഭാരതം മുന്നോട്ടു പോകും. DMK ഭാഗമായിരുന്ന UPA സർക്കാരിന്റെ കാലത്ത് നൽകിയതിന്റെ 3 ഇരട്ടി തുകയാണ് തമിഴ്നാടിനെ മോദി നൽകിയതെന്നും പാമ്പൻ പാലം നാടിന് സമർപ്പിക്കുന്ന വേളയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. बीते दशक में तमिलनाडु के विकास के लिए 2014 से पहले की तुलना में 3 गुना ज्यादा पैसा सेंटर से दिया गया है. जब इंडी अलायंस की सरकार थी, DMK उस सरकार में विराजमान थी, तब जितना पैसा मिला उससे 3 गुना मोदी सरकार ने दिया है. തമിഴ്നാടിന്റെ പശ്ചാത്തല വികസനം ഭാരത സർക്കാരിന്റെ മുൻഗണനകളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാടിന്റെ റെയിൽ ബജറ്റ് 7 ഇരട്ടിയായി വളർന്നു. എങ്കിലും ചിലർ പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാടിനുള്ള ബജറ്റ് വർഷം തോറും 900 കോടി രൂപ മാത്രമായിരുന്നു. ഈ വർഷം അത് 6000 കോടി രൂപയിലേറെയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. तमिलनाडु का इंफ्रास्ट्रक्चर भारत सरकार की प्रायोरिटी है. बीते 1 दशक में तमिलनाडु का रेलवे बजट 7 टाइम्स से ज्यादा इंक्रीज किया गया है. 3700 മീൻപിടുത്ത തൊഴിലാളികളെ ശ്രീലങ്കയിൽ നിന്നും തിരിച്ചെത്തിച്ചു. ഇതിൽ 600-ലേറെ പേർ കഴിഞ്ഞ വർഷം മാത്രം പിടിയിലായവരാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. भारत सरकार फिशरमैन के हर संकट में उनके साथ खड़ी है. भारत सरकार के प्रयासों से बीते 10 साल में 3700 से ज्यादा फिशरमैन श्रीलंका से वापस लौटे हैं. इनमें से 600 से अधिक फिशरमैन तो पिछले 1 साल में फ्री हुए हैं. और आपको याद होगा, कुछ हमारे मछुआरा साथियों को फांसी की सजा हुई थी. उनको भी हम जिंदा भारत लौट करके ला करके उनके परिवार को सुपुर्द किया है. കഴിഞ്ഞ 10 വർഷം പ്രധാനമന്ത്രി ഗ്രാമസഡക് യോജന, ദേശീയപാത വികസനം എന്നിങ്ങനെ 4000 കിലോമീറ്റർ റോഡുകൾ തമിഴ്നാട്ടിൽ നിർമ്മിച്ചു. ഇന്ന് 8000 കോടി രൂപയുടെ നിർമ്മാണ പദ്ധതികൾക്ക് ശിലയുമിട്ടു. പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുമ്പോൾ തൊഴിലവസരങ്ങളും വർദ്ധിക്കുന്നു. ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കുകയും ചെയ്യും. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 12 ലക്ഷം വീടുകൾ തമിഴ്നാട്ടിലാണ് നിർമ്മിച്ചു നൽകിയതെന്നും 11 ലക്ഷം വീടുകളിലേക്ക് പൈപ്പിലൂടെ വെള്ളം എത്തിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജനം.